പ്രിയങ്ക ചോപ്രയുടെ ഇന്റർവ്യൂസ് കാണുമ്പോൾ ഞാൻ ഭയങ്കര ഇൻസ്പയർഡ് ആവാറുണ്ട്. ഞാൻ എന്നെ പ്രിയങ്ക ചോപ്രയായിട്ട് കമ്പയർ ചെയ്തല്ലോ. വളരെ ചെറിയ പ്രായത്തിൽ കല്യാണം എന്നൊക്കെ പറഞ്ഞു. ചെറിയ പ്രായമൊന്നുമല്ല, ഞാൻ 24 വയസ്സ് കല്യാണം കഴിച്ചു. കല്യാണം നമുക്ക് പറ്റുന്ന ആളെ കണ്ടുപിടിക്കുക എന്നുള്ളത് ഒട്ടും ഒരു എളുപ്പമുള്ള കാര്യമല്ല. തറാന്ന് പറയുമ്പോ പറാന്ന് പറയും. ഇപ്പൊ കല്യാണം കഴിക്കണ്ടെന്ന് ഞാൻ മിനിമം 30-35 ആൾക്കാരോട് ഞാൻ സംസാരിച്ചിട്ടുണ്ട്. അല്ല, ഇത് മുഴുവൻ ഞാൻ വേണ്ടാന്ന് വെച്ച ഞാൻ ഇപ്പൊ ലോകരമ്പൊന്നും അല്ലല്ലോ, എല്ലാവരും എന്നെ കണ്ടുടനെ വീഴാൻ. അപ്പൊ ഞാൻ വിചാരിച്ചു പകുതി ഇതിലടിച്ചപ്പോ ബാക്കി പകുതി ഇനി കല്യാണം കഴിഞ്ഞ ആളുടെ അടിക്കാൻ കപ്പിൾ ടാറ്റു കഴിച്ചത് വിഷ്ണുവിനെ. ടാറ്റു ഇതിനൊക്കെ വേദം വീട്ടുകാരാണ് തോന്നിപ്പോയി. ഈ പാർട്ട്ണറുടെ ഏറ്റവും നല്ലൊരു അല്ലെങ്കിൽ 2-3 ക്വാളിറ്റീസ് പറയാൻ പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാരും പറയുന്ന പോലെ കെയറിംഗ് ആണ്. മൊത്തത്തിൽ തിരക്കേടൊന്നുമില്ല, നല്ലൊരു മനുഷ്യനാണ്. രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ടും ചപ്പാത്തി പറയുന്നുണ്ട്. പഞ്ചാബി ജീവിതം, വിഷ്ണു സിംഗ് എന്നൊക്കെ പേര് മാറ്റി. എന്തെങ്കിലും റെസ്പോൺസ് നൽകിയിട്ടുണ്ടോ? ആദ്യമൊക്കെ നൽകിയായിരുന്നു, ചെയ്യരുത്. എന്നോട് ചിലപ്പോ വിഷ്ണു ഒക്കെ പറയും നീ എന്തിനെ പറ്റി ഒന്ന് ആലോചിച്ച് വന്നു. അപ്പൊ ഞാൻ എല്ലാം പ്രിപ്പയർ ചെയ്ത് കുളിച്ച് സെറ്റാക്കി ആലോചിക്കാം. പിന്നെ ആലോചന പോയി എവിടെങ്കിലും എത്തി. ഞാൻ ഇന്ന് രാത്രി എന്ത് കഴിക്കും, നാട്ടിൽ പോയപ്പോൾ ആ പൊറോട്ടയും ചിക്കൻ കറിയും നല്ല അവിടേക്ക് എത്തും. അമ്മ രാത്രി വന്നപ്പോ ഞാൻ സാരിയൊക്കെ എടുത്ത് റെഡി ആയിട്ട് നിൽക്കുകയാണ് 2 മണിക്ക്. അമ്മയ്ക്ക് ഇത് എന്താന്നാ വിചാരിക്കുന്നത്. അപ്പൊ ഞാൻ എന്തിനാ ഇത് പറഞ്ഞത്? ടെൻഷൻ അടുപ്പിക്കുന്ന കാര്യം എന്താണ്? ഇപ്പൊ എന്തെങ്കിലും ഇവിടെ ചൊറിഞ്ഞു തുടങ്ങാൻ ഞാൻ വിചാരിക്കും വട്ടച്ചൊറിയാണ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഐശ്വര്യ ഏറ്റവും സന്തോഷിപ്പിക്കുന്ന കാര്യം എന്താ? നാട്ടിലെത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ അമ്മമ്മടി വെലച്ചന്റെ ഒപ്പം ഇരിക്കാം. അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ വിഷ്ണുവിന്റെ കൂടെ ഇരിക്കാന്നുള്ളതാണോ? അല്ല, അല്ലല്ലേ. ആത്മവിശ്വാസത്തോടെ എൻഗ്ലറ്റ് സാറിൻ പാസ്സാകുവാൻ ഒരേ ഒരു വാക്ക്, ആപ്പിൾ ആരൻ ക്ലാസ്സസ്. ഹലോ എവ്രിവൺ, വെൽക്കം ടു ദ ഷോ. ഒരു NRI മലയാളി ആയിരുന്നിട്ട് പോലും ലക്ഷക്കണക്കിന് മലയാളി ഓഡിയൻസിനെ സമ്പാദിച്ചുകൊണ്ട് യൂട്യൂബിൽ വളരെ ഗംഭീരമായി ജൈത്രയാത്ര തുടരുന്ന തനി മലയാളിയാണ് നമ്മുടെ കൂടെയുള്ളത്. വെൽക്കം ടു ദ ഷോ. ഈ ഐശ്വര്യയുടെ വ്ളോഗുകൾ എപ്പോൾ കാണുമ്പോഴും ശ്രദ്ധിച്ചിട്ടുള്ള ഒരു കാര്യം എന്താണെന്നറിയോ? നിങ്ങൾ ഭയങ്കര എന്താ പറയുക, ഭയങ്കര അണ്ടർസ്റ്റാൻഡിങ് കപ്പിളാണ്. അതായത് ഭാര്യ എന്ന് പറയുന്നത് വളരെ എക്സ്ട്രോവേർട്ടായിട്ട് വീഡിയോയിൽ ചാടി ഓടി നടക്കുന്ന ആള്, ഭർത്താവ് എനിക്ക് ഇതൊന്നും താല്പര്യമേ ഇല്ല, നിങ്ങൾ എന്നെ ഫേമസ് ആക്കാതിരിക്കും എന്ന് പറഞ്ഞ് മാറി നിൽക്കുന്ന ഭർത്താവ്. ഇത് ഭയങ്കരമായിട്ട് നിങ്ങൾ വളരെ ആസൂത്രണം ചെയ്ത് ചെയ്യുന്ന കാര്യമാണോ? വിഷ്ണുവിന് ക്യാമറ വരുമ്പോ എങ്ങനെയാ അതില് ചെയ്യേണ്ടതെന്ന് അറിയില്ല. പക്ഷെ എക്സ്ട്രോവേർട്ട് ഇൻട്രോവേർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനായിരിക്കും കുറച്ചും കൂടെ ഒതുങ്ങി നിൽക്കുന്ന ആളും, വിഷ്ണു ആണ് കുറച്ചും കൂടെ ആൾക്കാരോട് മിങ്കിൾ ചെയ്യുന്നതും. ഫസ്റ്റ് ഒരാളെ കാണുമ്പോൾ നന്നായി പ്ലീസിംഗ് ആയിട്ട് സംസാരിക്കാൻ പറ്റുന്ന ആളും വിഷ്ണു. ഞാൻ വീണ്ടും നാട്ടിലേക്ക് 1.5 വർഷത്തിന് ശേഷം വന്ന വീഡിയോസും കണ്ടേ. അച്ഛനും അമ്മയ്ക്കും പ്രത്യേകിച്ച് ഒരു വികാരം ഇല്ലല്ലോ. ഞങ്ങൾ പാരമ്പര്യമായിട്ട് അങ്ങനെ അല്ല. ഞാൻ എന്റെ കൂട്ടത്തിൽ എക്സ്പ്രസീവ് ആവാൻ ഞാൻ പഠിച്ചത് കല്യാണത്തിന് ശേഷമാണ്. ഞാനിപ്പോ എത്ര കൊല്ലം കഴിഞ്ഞ് വരികയാണെങ്കിലും വളാഞ്ചേരി പോയിട്ട് മീൻ വാങ്ങി വന്ന ഒരു എക്സ്പ്രഷനാണ് എന്റെ വീട്ടുകാരുള്ളൂ. അല്ലാതെ അതിലപ്പുറത്തേക്കുള്ള ഇനിയിപ്പോ ഞാൻ 10ല് ഫുൾ A+ വാങ്ങിയാലും 10ല് ഞാൻ തോറ്റുപോയാലും എന്റെ അമ്മയ്ക്ക് ഒരേ എക്സ്പ്രഷൻ ആയിരിക്കും. ഈ വീഡിയോ കണ്ടു കഴിഞ്ഞിട്ട് അമ്മ എന്തെങ്കിലും പറയാറുണ്ടോ? അതും നിർവികാരമായി നമ്മൾ കാണും, അടച്ചു വെക്കും. ആണല്ലേ? അല്ല, ഞാനിങ്ങനെ എടുക്കാൻ ഇനി അമ്മേനോടൊന്ന് പറയണം കേട്ടോ, കുറച്ചൊക്കെ എക്സ്പ്രഷൻസ് ഒക്കെ ആകാന്ന്. ഇപ്പൊ അമ്മ എന്നെ വളർത്തി കൊണ്ടുവന്നതുകൊണ്ട് ആ കാലഘട്ടത്തിൽ എക്സ്പ്രസീവ് ആവാൻ എനിക്കും അറിയില്ലായിരുന്നു. കല്യാണം കഴിഞ്ഞപ്പോഴാണ് വിഷ്ണു കുറച്ച് എക്സ്പ്രസീവ് ആണ്, അപ്പോഴാണ് എക്സ്പ്രസീവ് ആവുന്നത് ഓക്കെ ആണ് എന്ന് സ്വയം മനസ്സിലാക്കി തുടങ്ങിയത്. ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ഐശ്വര്യ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒപ്പീനിയൻ ഉള്ള ആളാണ്. അപ്പോൾ ഈ കല്യാണ ആലോചന, അതും ഈ വളരെ ചെറിയ പ്രായത്തിൽ കല്യാണം എന്നൊക്കെ പറഞ്ഞു. ചെറിയ പ്രായമൊന്നുമല്ല, ഞാൻ 24 വയസ്സ് 24 വയസ്സ് എന്നെ സംബന്ധിച്ച് വളരെ ചെറിയ പ്രായം. ആ ഒരു പ്രായത്തിൽ മെന്റലി പ്രിപ്പയർഡ് ആയിരുന്നു കല്യാണം കഴിക്കാം എന്നുള്ളത്. സ്വയം എന്റെ മാട്രിമോണി ഞാൻ തന്നെ രജിസ്റ്റർ ചെയ്ത. അതെ, 21 വയസ്സിൽ ഞാൻ മാട്രിമോണി രജിസ്റ്റർ ചെയ്തു. 21-ലോ? എനിക്ക് എന്താണെന്ന് അറിയാം, കല്യാണം കഴിക്കണം എന്നുള്ള ആഗ്രഹമായിരുന്നില്ല. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഞാൻ പറയുന്ന പല കാര്യങ്ങളും എൻ്റെ പേരൻസ് പറയുന്ന പല കാര്യങ്ങളും എനിക്ക് മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല. പക്ഷെ എനിക്കങ്ങനെ എൻ്റെ വളരെ ക്ലോസ് ആയിട്ടുള്ള ആൾക്കാരെ ധിക്കരിച്ചും കൊണ്ട് എനിക്കൊരു കാര്യം ചെയ്യാൻ പറ്റില്ല. എനിക്കപ്പോൾ ഇങ്ങനെ അവരെ വിഷമിക്കില്ലേ, എനിക്ക് അവരുടെ ശാപം ഉണ്ടാവും, അങ്ങനെയൊക്കെ എനിക്ക് തോന്നുമായിരുന്നു. അപ്പോൾ ഞാൻ അങ്ങനെ കുരുത്തമില്ലാത്ത കാര്യം ചെയ്യരുത്. അപ്പോൾ ഞാനിങ്ങനെ ഷോക്ക് ഇറക്കുന്നുണ്ടെങ്കിലും അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ അവർ പറയുന്ന കാര്യം തന്നെ ഞാൻ ചെയ്യുള്ളൂ. എനിക്ക് എഞ്ചിനീയറിംഗ് എടുക്കണം എന്നുണ്ടായിരുന്നില്ല. അമ്മയ്ക്കും അച്ഛനും ഞാൻ എഞ്ചിനീയർ ആവണം എന്നുള്ളതുകൊണ്ട് ഞാൻ എഞ്ചിനീയറിംഗ് അപ്പം അതുവരെ അങ്ങനെയായിരുന്നു. പക്ഷെ എനിക്ക് വേണ്ട കാര്യങ്ങളൊന്നും എനിക്ക് ചെയ്യാൻ പറ്റുന്നില്ല. ഇതൊക്കെ ബ്ലോക്ക്ഡ് ആയിരുന്നു എൻ്റെ ഉള്ളിൽ. ഞാൻ അങ്ങനെ എടുത്തെടുത്ത് വെച്ചിരിക്കുകയായിരുന്നു. അപ്പൊ ഇതിനുള്ളൊരു വഴി
എനിക്ക് തോന്നിയത് എന്നെ മനസ്സിലാക്കുന്ന ഒരാളെ കല്യാണം കഴിച്ചാൽ ചിലപ്പോൾ തോന്നി ശരിയാണ്. കാരണം കല്യാണം വീട്ടുകാർക്ക് സമ്മതമുണ്ട്. അപ്പോൾ വീട്ടുകാരുടെ സമ്മതത്തോടു കൂടെ വീട്ടുകാർക്ക് സമ്മതമുള്ള ഒരാളെ ഞാൻ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ഞാൻ കുറച്ചും കൂടെ ഫ്രീ ആയല്ലോ. അപ്പൊ അങ്ങനെ 21 വയസ്സോട്ട് ഞാൻ അന്വേഷിച്ചു തുടങ്ങി. പിന്നെയൊക്കെ മനസ്സിലായി കല്യാണം നമുക്ക് പറ്റുന്ന ആളെ കണ്ടുപിടിക്കുക എന്നുള്ളത് ഒട്ടും ഒരു എളുപ്പമുള്ള കാര്യമല്ല. തറാന്ന് പറയുമ്പോ പറയാന്ന് പറയും, പറ ആകാശം എന്ന് പറയുമ്പോ തറാന്ന് പറയും. അങ്ങനെയായിരുന്നു 21 വയസ്സിൽ കല്യാണാലോചന തുടങ്ങിയിട്ട് എന്റെ കല്യാണം കഴിഞ്ഞപ്പോ എനിക്ക് 25 വയസ്സായിട്ടുണ്ട്. അപ്പൊ ഒരു 3.5 ഭയങ്കരമായി ഫ്രസ്ട്രേറ്റഡ് ആയി. ഞാൻ ഉദ്ദേശിക്കുന്ന ആള് കുറച്ച് കഴിഞ്ഞപ്പോ കല്യാണം കഴിക്കണ്ടെന്നായി. ഇതിനൊക്കെ വേദം വീട്ടുകാരാണ് തോന്നിപ്പോയി. പല പല കല്യാണാലോചനകൾ പല പല രീതിയിൽ പോയി കഴിഞ്ഞപ്പോൾ എനിക്ക് അവസാനം ഞാൻ വളരെ വൾണറബിൾ ആയിട്ടുള്ള ഒരു സ്റ്റേറ്റിലാണ് ഞാൻ വിഷ്ണുവിനെ ഞാൻ മീറ്റ് ചെയ്യുന്നത്. നമുക്ക് കുറച്ചൊരു നമ്മളെ ഒരാളെ മനസ്സിലാക്കാനുള്ള സമയമൊക്കെ കിട്ടിയായിരുന്നു. നമ്മുടെ കല്യാണം ഉറപ്പിക്കുന്ന സമയത്ത് വിഷ്ണു കൊച്ചിയിൽ വർക്ക് ചെയ്യായിരുന്നു, കൊച്ചി TCSൽ. അത് കഴിഞ്ഞ് കല്യാണം ഉറപ്പിച്ച് കഴിഞ്ഞപ്പോൾ വിഷ്ണു എൻ്റെ അടുത്ത് പറഞ്ഞു, വിഷ്ണു പേപ്പർ ഇട്ടിട്ടുണ്ട് TCSൽ, അതുകൊണ്ട് വിഷ്ണുവിന് ചിലപ്പോൾ ജോലി ഉണ്ടാവില്ല എന്ന്. അപ്പൊ എനിക്ക് ചിന്തിക്കാത്തതുകൊണ്ട് അതൊരു പ്രശ്നമായിരുന്നില്ല. അപ്പൊ ഞാൻ റിയാക്ട് ചെയ്തിരുന്ന കഴിഞ്ഞപ്പോൾ വിഷ്ണു പറഞ്ഞു, ഒന്നെങ്കിൽ ഞാൻ ഭയങ്കര കൂളാണ്, അല്ലെങ്കിൽ ഇവളധികം ചിന്തിക്കുന്നില്ല, ഇതിലേതോ ഒന്നാണ് എന്നുള്ളത്. അപ്പോൾ വിഷ്ണു കോഴിക്കോടായിരുന്നല്ലോ. അപ്പൊ വിഷ്ണു എന്നെ വന്ന് പിക്ക് ചെയ്യും, നമ്മൾ കറങ്ങും, രാത്രി വിഷ്ണു എന്നെ വീട്ടിൽ കൊണ്ടാക്കും. അങ്ങനെ നമ്മൾ ഇനഫ് ടൈം നമ്മൾ ഒരുമിച്ച് സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അല്ല, അപ്പൊ ഈ നമ്മൾ റിസൈൻ ചെയ്യാൻ തീരുമാനിച്ച ഒരാളെ കൊണ്ട് മകളെ കല്യാണം കഴിപ്പിക്കണോ? അത് വീട്ടിലറിയില്ലല്ലോ. ഓ, നമ്മൾ അത് പറയാൻ മാത്രം ഒരു കാര്യം എനിക്ക് തോന്നിയിരുന്നില്ല. നിങ്ങൾ എങ്ങനെയാടാ ജീവിക്കാൻ ഉദ്ദേശിച്ചിരുന്നത്? അല്ല, വിഷ്ണു ഇത്ര എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒരാളല്ലേ. പിന്നെ വിഷ്ണുവിന്റെ ഓഫീസിൽ വെല്ലച്ചൻ വിഷ്ണുവിനെ പറ്റിയൊക്കെ അന്വേഷിച്ചപ്പോഴും വിഷ്ണുവിന്റെ ജോബിന്റെ ഗ്രാഫ് മോളിക്ക് തന്നെ പോകുന്നത്. വിഷ്ണു ഈ ഒരു കമ്പനിയിൽ ജോലി നിർത്തിയെങ്കിൽ വേറൊരു കമ്പനിയിൽ ജോലി കിട്ടും. 6-7 കൊല്ലം എക്സ്പീരിയൻസ് ഉള്ള ആളല്ലേ. അപ്പൊ തൽക്കാലം ഇത് മാറാൻ വേണ്ടിയിട്ടുള്ള ഒരു കാര്യമായിരിക്കും. അത്രയും ചിന്തിച്ചിരുന്നുള്ളൂ. ഭയങ്കര കൂളാണോ അതോ എന്താ സംഭവിക്കുന്നത്? അല്ല, എല്ലാ കാര്യത്തിലും ഞാൻ ഭയങ്കര കൂളൊന്നും അല്ല. പക്ഷെ എനിക്ക് ഫിനാൻഷ്യൽ കാര്യത്തിൽ ടെൻഷൻ വരില്ല. ഇല്ല അല്ലേ? പിന്നെ എന്ത് കാര്യത്തിൽ ഐശ്വര്യ ടെൻഷൻ എടുപ്പിക്കുന്ന കാര്യം എന്താണ്? ഇപ്പൊ എന്തെങ്കിലും ഇവിടെ ചൊറിഞ്ഞു തുടങ്ങിയാൽ ഞാൻ വിചാരിക്കും ഇനി വട്ടച്ചൊറിയാണ്, ഇത് കേറി ഇവിടെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എന്നെ ടെൻഷൻ അടിപ്പിക്കും. കുറച്ച് മുടി കഴിഞ്ഞ് എന്താണ് സൗന്ദര്യത്തിന്റെ ഭാഗമായിട്ടല്ല, ഇനി ഇതെന്തെങ്കിലും പ്രശ്നമാണോ എന്നുള്ള രീതിയിൽ. വല്ലാത്ത ഹെൽത്ത് കൺസേൺസ് ഉള്ള കുട്ടിയാണോ? ഹെൽത്ത് കൺസേൺസ് അല്ല, അതിനെന്തോ ഒരു പേര് പറയുമല്ലോ, ഞാൻ മറന്നായിരുന്നു. അത് ഒരു ചെറിയ ഒരു കാര്യം വന്നാൽ അതൊരു വലിയ അസുഖമാണോ നമ്മൾ ചിന്തിക്കുക. കൊറോണ ടൈമിൽ ഭയങ്കര ടഫായിരുന്നു. അപ്പൊ അന്ന് കുറച്ച് ട്രീറ്റ്മെന്റ് ഒക്കെ അതിന് എടുക്കേണ്ടി വന്നായിരുന്നു. ഒന്ന് കൈവിട്ട് പോയായിരുന്നു. എങ്ങനെയാണ് ഇപ്പൊ തിരിച്ചെത്തിക്കൊണ്ടിരിക്കണത്? അപ്പൊ ഇൻ ദ സെൻസ് ഏത് ലെവൽ വരെ പോയി? എന്താ ചിന്ത പോകുന്നത്? അന്ന് എനിക്ക് കൊറോണ സമയത്ത് എന്തോ ഒരു ചെറിയ പ്രശ്നം ഇവിടെ ഒന്ന് വന്നായിരുന്നു. അപ്പോ അന്ന് ഡോക്ടറിനെ കാണാൻ പറ്റുമൊന്നുമില്ലല്ലോ. ആ ഒരു സമയത്ത് ഞാനിങ്ങനെ ഗൂഗിൾ ചെയ്ത് എവിടെ എത്തിയായിരുന്നു. പിന്നെ ഡോക്ടേഴ്സിനെ പോയി കാണാൻ വേണ്ടി തുടങ്ങി. അവർക്ക് ഒരു പ്രശ്നം തോന്നുന്നില്ല. അവർ എൻഡോസ്കോപ്പിയും എല്ലാ സ്കോപ്പിയും കഴിഞ്ഞു, ഒരു പ്രശ്നമില്ല. പിന്നെ അവർക്ക് മനസ്സിലായി കൊറോണ സമയത്ത് പല ആൾക്കാർക്കും ഡിപ്രഷനും അങ്ങനത്തെ. ഞാനൊരു OCD പേഷ്യൻ്റ് ആണ്. അപ്പോൾ OCD ഉള്ള ആൾക്കാർക്ക് ഭയങ്കര ബുദ്ധിമുട്ട് വരുന്ന ഒരു സമയമാണ് ഒരു പാനിക് സിറ്റുവേഷൻ. അന്ന് കൊറോണ ഒരു പാനിക് സിറ്റുവേഷൻ ആയിരുന്നല്ലോ. അപ്പോൾ ആ ഒരു സമയത്ത് ഞാനും ഭയങ്കര പാനിക്കായിരുന്നു. അപ്പോൾ അതുകൊണ്ടായിരിക്കും എന്ന് പറഞ്ഞു. തെറാപ്പി സ്റ്റാർട്ട് ചെയ്യാന്ന് പറഞ്ഞു. പിന്നെ ആംസ്റ്റർഡാമിലെല്ലാം പെട്ടെന്ന് നമുക്ക് കിട്ടുകൊണ്ട് ഞാനൊരു ജസ്റ്റ് ഒരു 3 മാസം വെയിറ്റ് ചെയ്തു. ആ സമയം കൊണ്ട് എന്തൊക്കെ നമ്മൾ ആലോചിച്ച് കൂട്ടി. അത് ഭയങ്കര ടഫായിരുന്നു. എന്തൊക്കെ ആലോചിച്ചെന്നുള്ളത് ഇപ്പൊക്കെ ആലോചിക്കാൻ പറ്റുന്നു. മാത്രം ടഫായിരുന്നു. ഇപ്പൊ എനിക്കത് വളരെ അണ്ടർ കൺട്രോളാണ്. ഇവിടെ ഞാൻ ചൊറിഞ്ഞ് നിർത്തും. ഐശ്വര്യയുടെ വീഡിയോസ് ഒക്കെ കാണുമ്പോൾ, എസ്പെഷ്യലി ഷോർട്സ് കാണുമ്പോൾ എനിക്ക് കിട്ടുന്ന ഒരു ഫീൽ എന്താണെന്നറിയോ? ഭയങ്കര കാം വൈബാണ്. അതായത് വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള കിച്ചൺ, ബാക്കി ഏത് റൂമിലേക്ക് നോക്കിയാലും ഭയങ്കര വൃത്തി. അപ്പൊ ഞാൻ ഓർക്കും, ഇതെങ്ങനെ ഇങ്ങനെ സാധിക്കുന്നത്? ഓരോരുത്തർക്ക് വൃത്തിയും വൃത്തികേടും ഒക്കെ ഓരോരുത്തർക്കും ഓരോന്നാണല്ലോ. ഇപ്പോൾ എൻ്റെ വീട്ടിൽ വന്നാൽ ഞാൻ വൃത്തിയില്ലാത്ത ആളാണ് അമ്മയുടെ അടുത്ത്. കാരണം അമ്മയ്ക്ക് ഭയങ്കര അടക്കും ചിട്ടിയും ഒതുക്കും ഒക്കെയാണ്. ഞാൻ കഴിഞ്ഞ ദിവസം എൻ്റെ ഇപ്പോൾ ലാസ്റ്റ് ഇട്ട വ്ളോഗിൽ ഞാൻ അമ്മയുടെ അലമാറ കാണിച്ചിട്ടുണ്ട്. അതിങ്ങനെ അടക്കി 1 ഇഞ്ച് മാറാതെയാണ്. അപ്പം ഇവിടെ വന്നു കഴിഞ്ഞാൽ അമ്മയ്ക്ക് എൻ്റെ വൃത്തി പറ്റില്ല. അപ്പോൾ അതേപോലെ തന്നെ എനിക്കും എൻ്റെതായിട്ടുള്ള ചിട്ടകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പം എനിക്ക് സ്ഥലം മാറിക്കഴിഞ്ഞാൽ ഞാൻ ചില ദിവസം കിച്ചൺ ഒരു ദിവസമൊക്കെ ഭക്ഷണം കഴിച്ച് കിച്ചൺ ക്ലീൻ ചെയ്യാതെ ഞാൻ പോയി കിടന്നിട്ടുണ്ട്. ഉറങ്ങാൻ പറ്റാണ്ട് തിരിച്ച് വന്ന് ലൈറ്റ് ഓൺ ചെയ്ത് ഫുൾ ക്ലീൻ ചെയ്ത് കിടന്ന വല്ലാത്തൊരവസ്ഥയാണല്ലേ. എപ്പോഴെങ്കിലും ഈ വീഡിയോസ് ഒക്കെ കണ്ടിട്ട് വീട്ടുകാർ എന്തെങ്കിലും റെസ്പോൺസ് നൽകിയിട്ടുണ്ടോ? ആദ്യമൊക്കെ നൽകിയായിരുന്നു, ചെയ്യരുത്.
ഇപ്പൊ പിന്നെ നല്ലതാണല്ലോ, അതുകൊണ്ട് പിന്നെ നമ്മൾ എക്സ്പ്രഷൻ ചെയ്തോ എന്നുള്ള ഒരു ഫീഡ്ബാക്ക് എപ്പോഴെങ്കിലും നൽകാറുണ്ടോ? അമ്മയ്ക്ക് ഇപ്പൊ എന്ത് കാര്യം ചെയ്യുകയാണെങ്കിലും, ഇപ്പൊ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിലും പഠിച്ചോ എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. പഠിക്കാനുള്ള ഫേവറബിൾ കണ്ടീഷൻസ് ഇങ്ങനെ ഉണ്ടാക്കി തന്നുകൊണ്ടിരിക്കും. ജോലി ചെയ്യുന്ന സമയത്തും വീട്ടിൽ നിന്ന് വർക്ക് ഫ്രം ഹോം ചെയ്യുമ്പോൾ അമ്മ അത് ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടാക്കി തരും, എല്ലാം സൈലന്റ് ആക്കി തരും. ഇപ്പോൾ ഇത് ഞാൻ സീരിയസ് ആയിട്ട് ചെയ്യും, ഇതിന്ന് എനിക്ക് ഇൻകം വരാൻ വേണ്ടി തുടങ്ങും, ഇത് ആൾക്കാർ ഇഷ്ടപ്പെടും ചെയ്യുന്നു എന്ന് അറിയുമ്പോൾ അമ്മ വീടിപ്പോ യൂട്യൂബ് വീടിനനുസരിച്ച് അമ്മ മാറ്റി തരുന്നുണ്ട്, എല്ലാ അറേഞ്ച്മെന്റ്സും മാറ്റി തരാൻ. പിന്നെ ഞാൻ 2 ദിവസം വീഡിയോ ഇട്ടില്ലെങ്കിൽ എന്താ ഒന്നും ഇടാത്തത്, കുറച്ച് ദിവസമായല്ലോ ചോദിക്കാം. അപ്പൊ എന്തുകൊണ്ടാ തനി മലയാളി ഇട്ടത്? 2017 2018 സമയത്തൊക്കെയാണ് കൂടുതൽ വീഡിയോസ് ഒക്കെ ചെയ്തു തുടങ്ങിയത്. ഇപ്പൊ കുറെ പേര് വീഡിയോ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അവരുടെ പേര് തന്നെയാണല്ലോ ചാനലിൽ ഇടുന്നത്. പക്ഷെ ആ സമയത്ത് എല്ലാരും ഒരു എക്സ്ട്രാ ഒരു പേര് ചാനലിൽ കൊടുക്കുമായിരുന്നു. എനിക്ക് ആലോചിച്ചിട്ട് ഒരു പേര് എനിക്ക് കിട്ടുന്നില്ല. അപ്പൊ ഇങ്ങനെ വെറുതെ തോന്നിയ 2 പേരായിരുന്നു, ഒന്ന് തനി മലയാളി അല്ലെങ്കിൽ തഗ് മലയാളി. അപ്പോ ഞാൻ തഗ്ഗാന്ന് ഞാൻ തന്നെ പറയുന്നത് വൃത്തികേടാണ്. അപ്പോ അങ്ങനെ ചുമ്മാ ഇങ്ങനെ വന്നു, അധികം ചിന്തിക്കാതെ. ഒരു തവണ വിഷ്ണുവിന്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞു വന്ന് ഞങ്ങളുടെ മാരേജ് ഫിക്സ് ചെയ്യുന്ന സമയം 2018 ആ സമയത്ത് തോന്നുന്നു. അങ്ങനെ ഇട്ടൊരു പേരാണ്, അല്ലാതെ അതിന്റെ മുകളിലും അധികം ചിന്തയില്ല. ഐശ്വര്യയുടെ പല വീഡിയോസും കാണുമ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കര പ്രചോദനം. അതായത് എനിക്ക് കുക്കിംഗ് ഒന്നും ഇഷ്ടമില്ലാത്ത ആളാണ് ബേസിക്കലി, ഓരോ ആൾക്കാരുടെ പ്രകൃതമാണ്. അപ്പൊ ഞാൻ നോക്കിയപ്പോ ഒരു ദിവസം ഒരു മെഷീൻ വരുന്നു, ചപ്പാത്തി ഇങ്ങനെ ഉണ്ടായി വരുന്നു കേട്ടോ. അപ്പൊ ഞാൻ വാവ്, എന്റെ ലൈഫ് സെറ്റായി എന്നൊക്കെ പറഞ്ഞ ചപ്പാത്തി മെഷീന്റെ വില നോക്കിയപ്പോൾ 2 ലക്ഷം രൂപ. ഓ മൈ ഗോഡ്, എനിക്ക് വേണ്ട, തൽക്കാലത്തൊക്കെ ചപ്പാത്തി മെഷീനെ മാറ്റി വെക്കാമെന്ന് ഞാൻ തീരുമാനിച്ചു. അപ്പൊ ഇതുപോലെയുള്ള പുതിയ മെഷീൻസ് ഒക്കെ കാണിക്കുമ്പോഴേ ആളുകളുടെ റെസ്പോൺസ് എങ്ങനെയാണ്? ഒരു പേഴ്സണൽ ഇൻബോക്സിലേക്ക് വരുന്ന മെസ്സേജുകൾ? ഇൻബോക്സിലോട്ട് എനിക്ക് അധികം അങ്ങനത്തെ മെസ്സേജസ് വരാറില്ല. കമന്റ്സിൽ എക്സ്പെൻസീവ്, അത് ഞാൻ ആ വീഡിയോ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എക്സ്പെൻസീവ് ഓപ്ഷൻ ആണ്. പക്ഷെ നമുക്ക് എഫോർഡ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നമ്മുടെ ലൈഫ് ഈസി ആക്കാൻ പറ്റുന്ന ഒരു ഓപ്ഷനാണ്. ഇപ്പൊ ഞാൻ ഇങ്ങോട്ട് വന്നപ്പോൾ വിഷ്ണുവിടെ ഒറ്റയ്ക്കാണല്ലോ. വിഷ്ണു ഇപ്പൊ ഒരു ചപ്പാത്തി ജീവിതമാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. വിഷ്ണു പറയുന്നുണ്ട് പഞ്ചാബി ജീവിതം, വിഷ്ണു സിംഗ് എന്നൊക്കെ പേര് മാറ്റാം, രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ടും ചപ്പാത്തി. അപ്പോ അങ്ങനത്തെ രീതിയിൽ, അല്ലെങ്കിൽ ഇപ്പോ വിഷ്ണു കുക്ക് ചെയ്യുക, ഇപ്പൊ ഞാൻ എന്തെങ്കിലും ഒരു കറി ഉണ്ടാക്കിയാൽ ചപ്പാത്തി നമുക്ക് വരും. അപ്പൊ നമ്മുടെ ജീവിതത്തിന് ഹെൽപ്പാക്കാൻ ആ ഒരു മെഷീൻ നല്ലോണം ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഒരു 5-6 ദിവസമായില്ലേ ഇപ്പൊ പോന്നിട്ട്? എന്താണ് ഇപ്പോഴത്തെ ഭർത്താവിന്റെ അവസ്ഥ? ഇപ്പൊ അടിപൊളിയല്ലേ, എല്ലാ ഫ്രണ്ട്സും വിളിക്കുന്നു. ഇപ്പൊ സാധാരണ നമ്മൾ കഴിക്കാറ് ഈവനിങ് സാലഡ്, ഉച്ചയ്ക്ക് എന്തെങ്കിലും ചെറുതായിട്ട് നമ്മൾ ഉണ്ടാക്കും, രാവിലെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ. ഇപ്പൊ വിഷ്ണുവിടെ ഒറ്റയ്ക്കാണെന്ന് അറിയുകൊണ്ട് പിടി ഇറച്ചിയും പിന്നെ പുട്ടും ചിക്കനും പിന്നെ നെയ്ച്ചോറും ബീഫും ഇതൊക്കെയാണ് ഓരോ വീട്ടിൽ നിന്ന്. തിരിച്ചു വരുമ്പോ അയ്യോ വിഷ്ണു ഒറ്റയ്ക്കല്ലേ പാവം എന്ന് വിചാരിച്ച് എല്ലാം പൊതിഞ്ഞു കൊടുത്തേക്കും ചെയ്യും. അപ്പൊ ഉച്ചയ്ക്ക് അതുമാണ് കഴിക്കുന്നത്. അപ്പൊ ഇപ്പൊ സുഖ ജീവിതമാണ്. പൊതുവെ ഈ NRI മലയാളികൾ സ്ഥിരം പറയാറുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. ഓ മൈ ഗോഡ്, ഇവിടുത്തെ ക്ലൈമറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനേ പറ്റുന്നില്ല, എനിക്ക് ഇഷ്ടമുള്ള ഡ്രസ്സ് ഇട്ട് കഴിഞ്ഞാൽ ഇതെന്താ ആൾക്കാർ ഇങ്ങനെ തുറച്ചു നോക്കുന്നത്, ഇങ്ങനെയുള്ള ഏതെങ്കിലും കമന്റുകൾ സ്വയം തോന്നി തുടങ്ങിയോ? ക്ലൈമറ്റ് നല്ലതായിട്ടാണ് എനിക്ക് തോന്നിയത്. ആദ്യമായിട്ടാണ് ഒരാൾ ഇങ്ങനെ പറയുന്നത്. കാരണം ഞാൻ വരുന്ന സമയത്ത് 2-3 ദിവസം അവിടെ 30-31 ഡിഗ്രി ആയിരുന്നു. ഇവിടെ കുറച്ച് ഹ്യൂമിഡിറ്റി ഉള്ളതുകൊണ്ട് നമ്മൾ വിയർക്കും, അവിടെ നമ്മൾ ഒരുമാതിരി പുഴുങ്ങലാണ്. അപ്പൊ എനിക്ക് ഭയങ്കര ഡൈജഷൻ ശരിയാവാത്ത പോലെയും ഭയങ്കര ഇങ്ങനെ ദേഷ്യം വരുന്ന ഒരു ഫീൽ ആയിരുന്നു. അവിടെയാണെങ്കിൽ എല്ലാ റൂമിലെയും ഫാനില്ല, AC എന്നുള്ള സിസ്റ്റം യൂറോപ്പിൽ ഇപ്പൊ വന്നു തുടങ്ങുന്നേ ഉള്ളൂ. ഇതിന്ന് ഇവിടെ വന്നപ്പോ റൂമിൽ AC, അത്യാവശ്യം തിരക്കേടില്ലാത്ത ഇത്, എല്ലാ റൂമിലും ഫാൻ. അപ്പൊ എനിക്ക് മൊത്തത്തിൽ സുഖമാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഇവിടേക്ക് വരുമ്പോഴത്തേക്കും നമ്മുടെ എല്ലാ കാര്യങ്ങളും ടേക്ക് കെയർ ചെയ്യാനായിട്ട് ആൾക്കാര്, നമുക്ക് നമ്മുടെ സ്വന്തക്കാര്, ബന്ധുക്കള്, ഫ്രണ്ട്സ്, ബഹളം എല്ലാമാണ്. അങ്ങോട്ട് ചെന്ന് കഴിയുമ്പോൾ ഇനി വീണ്ടും ഞാൻ എല്ലാ കാര്യങ്ങളും ചെയ്തു തുടങ്ങണമല്ലോ എന്നുള്ള ഒരു ടെൻഷൻ എവിടെയെങ്കിലും ഉണ്ടോ? ഇല്ല, അങ്ങനെയൊന്നും ഇല്ല അല്ലേ? ഞാനായിട്ട് ഉണ്ടാക്കണം. അവിടെ പോയാൽ അവിടെ ഉള്ളത് പോലെ, ഇവിടെ വന്നാൽ ഇവിടെ ഉള്ളത് പോലെ. എന്റെ ഇപ്പൊ അവിടെ പോയപ്പോ ചെയ്യാള് 3 നേരം കുക്ക് ചെയ്യാ, അതിപ്പോ ഇത്ര വലിയൊരു പണിയാണോ? പിന്നെ നമ്മൾ ഈ കണ്ടന്റ് ക്രിയേഷനെ ഇത്ര കൊച്ചാക്കല്ലേ? അതിപ്പോ ഇവിടെ ഒന്നും ചെയ്യുന്നില്ലേ? അതാണ്. എന്നാലും അവിടെ ചെല്ലുമ്പോഴത്തേക്ക് നമ്മൾ വീട്ടിലെ കാര്യങ്ങൾ ചെയ്യണം, അതിന് കൂടെ അതും ചെയ്യണമല്ലോ. വലിയ മലമറിക്കുന്ന കാര്യമാണെന്നാണ് പറഞ്ഞു വെച്ചേക്കണം. വീട്ടിലെ കാര്യം എന്താ, രാവിലെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കും, അധികം നമ്മൾ തലേന്നത്തെ ഡിന്നർ തന്നെ ആയിരിക്കും നെക്സ്റ്റ് ഡേ ഉച്ചയ്ക്ക് കഴിക്കുക. ഞാൻ 5 മണിയാകുമ്പോൾ കുക്ക് ചെയ്യും, 6 മണിയാകുമ്പോൾ എന്റെ കുക്കിംഗ് തീരും, 7 മണിയാകുമ്പോൾ നമ്മൾ ഡിന്നർ കഴിയും, പിന്നെ വിഷ്ണു കിച്ചൺ ക്ലീൻ ചെയ്യും, 8 മണിയായി ഞാൻ ഫ്രീ ആണ്, 12 മണി ഞങ്ങൾ ഉറങ്ങും, അടുത്ത ദിവസം രാവിലെ എണീക്കും പോകും. അപ്പൊ ഇത് കുക്കിംഗ് എനിക്കൊരു വിഷയം, ഒരു ബുദ്ധിമുട്ടായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല, ഒരു കാലത്തും തോന്നിയിട്ടില്ല. പിന്നെ തുണി മടക്കി വെക്കുക, അതാണ് വേറെ ഒന്ന്. അത് വിഷ്ണുവാണ് വാഷ് ചെയ്യുക, ബെഡിൽ കൊണ്ടുവന്നിടും. ഞാൻ ഓരോ തവണ റൂമിൽ പോകുമ്പോഴും 10 തുണി വെച്ച് മടക്കും. അപ്പൊ എനിക്ക് അവസാനം ഒരു മടക്കലൊരു ബുദ്ധിമുട്ടല്ലല്ലോ, 10 തുണി മടക്കി വെച്ചിട്ടാണ് റൂമിൽ നിന്ന് ഇറങ്ങുക. പിന്നെ അടിച്ചു വാരി വരുന്നത് ചെയ്യുന്നത് വിഷ്ണുവാണ്.
അപ്പൊ അതില് എനിക്ക് ചെയ്യാനില്ല. ആക്ച്വലി വിഷ്ണു ബേസിക്കലി എന്താ ചെയ്യുന്നത്? വിഷ്ണു ഒരു കമ്പനിയിൽ ഫ്രണ്ട് ആൻഡ് ഡെവലപ്പർ ആയിട്ട് വർക്ക് ചെയ്യാണ്. ഐശ്വര്യ അങ്ങോട്ട് ആദ്യമായിട്ട് ചെല്ലുമ്പോ വർക്ക് ചെയ്യുന്ന രീതിയിലാണോ പോയത്? ഞാനോ? അല്ല, ഞാന് ഇവിടെ ഞാൻ NILTS എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലത്ത് ഞാൻ എൻ്റെ PG ഡിപ്ലോമ ചെയ്യുമ്പോഴായിരുന്നു എൻ്റെ മാരേജ്. അതിന് മുന്നേ ബൈജൂസിൽ വർക്ക് ചെയ്യായിരുന്നു. ആ സമയത്ത് കല്യാണം കഴിഞ്ഞ് അങ്ങോട്ട് പോയി 2 കൊല്ലത്തോളം എടുത്തു എനിക്ക് അവിടെ ജോലി കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പൊ ആ സമയത്തൊക്കെ നമുക്ക് ഒരു വരുമാനമില്ലാതെ വരുമ്പോഴത്തേക്കും നല്ല ബുദ്ധിമുട്ടായിരുന്നു. ഞാൻ അന്ന് ചെയ്തിരുന്നത്, ഒന്ന്, വിഷ്ണു എല്ലാ ദിവസവും ഓഫീസിൽ നിന്നാണ് ലഞ്ച് കഴിച്ചിരുന്നത്. അതിന് 4 യൂറോ ആയിരുന്നു. അപ്പൊ ഞാൻ ലഞ്ച് ഉണ്ടാക്കി കൊടുത്തയച്ച 5 യൂറോ എനിക്ക് തരണം. അപ്പോൾ ആ 5 യൂറോ എല്ലാ ദിവസവും ഓഫീസിൽ പോവില്ല, 3 ദിവസത്തിലേ പോവുള്ളൂ. അപ്പൊ ഒരു മാസം 15 യൂറോ ആയല്ലോ. പിന്നെ സാറയിൽ ഫ്ലോർ സ്റ്റാഫായിട്ട് പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ ചെറിയ ചെറിയ വരുമാനങ്ങൾ എനിക്കുള്ളത് അവിടുന്ന് ഇവിടുന്ന് ഒക്കെ ഞാൻ ഇങ്ങനെ ഒപ്പിക്കുമായിരുന്നു. കുറച്ച് ബേബി സിറ്റ് ചെയ്യും. എനിക്ക് ജീവിക്കാനും എനിക്ക് ഭക്ഷണം കഴിക്കാനുള്ള വക ഞാൻ തന്നെ കണ്ടുപിടിക്കണം എന്നുള്ള തോട്ട് പ്രോസസ്സാണ് എനിക്കുള്ളത്. ഇതെങ്ങനെ അച്ഛൻ്റെ അമ്മയുടെ അടുത്തുനിന്ന് കിട്ടിയതാണോ? അല്ല, എൻ്റെ വെല്ലച്ഛൻ്റെ നിന്ന് കിട്ടിയതായിരിക്കും, അമ്മയുടെ അച്ഛൻ്റെ. പുള്ളിക്ക് നിർബന്ധമായിരുന്നു വീട്ടിലെ എല്ലാ ആൾക്കാർക്കും ജോലി വേണം എന്നുള്ളത്. അത് ശരി. അതെങ്ങനെ? അപ്പൊ ആ ഒരു 1.5 വർഷം ഒരു ബ്രേക്ക് ഉണ്ടായിരുന്നില്ലേ? ബൈജൂസിന് ശേഷം ഉണ്ടായ ഒരു 1.5 വർഷം ബ്രേക്ക്, അതെങ്ങനെ ടാക്കിൾ ചെയ്തു? അപ്പോ എനിക്ക് ബൈജൂസിൽ ജോലി ചെയ്യുമ്പോൾ എനിക്ക് ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നില്ല ഞാൻ ചെയ്യുന്ന കാര്യം. പിന്നെ ഞാൻ ഒട്ടൊരു ടെക്നിക്കൽ പേഴ്സൺ അല്ലാത്തതുകൊണ്ട് എനിക്ക് ഒരു ടെക്നിക്കൽ ജോലി കണ്ടുപിടിക്കാനും എനിക്ക് അത്ര എളുപ്പമായിരുന്നില്ല. അപ്പോൾ തുടങ്ങിയതായിരുന്നു ഈ ടിക്ടോക്ക് പരിപാടി. പക്ഷെ അത് ഒരു പ്രൊഫഷൻ ആവും, നാളെ ഇതിന്ന് എനിക്കൊരു ഇൻകം തരും, അതൊന്നും അന്ന് അറിയുന്നില്ല. പുറത്തേക്ക് ഇറങ്ങാൻ വയ്യായിരുന്നു. കാരണം ഇനി എന്നാ അടുത്ത ജോലിക്ക് പോണ ചോദിക്കൊണ്ട് എനിക്ക് ജോലിക്ക് അങ്ങനെ അങ്ങോട്ട് ശരിയാവുന്നില്ല, ആ ഒരു സിസ്റ്റം മൊത്തത്തിൽ അങ്ങോട്ട്. അങ്ങനെ ചെയ്ത് തുടങ്ങി. പിന്നെ അത് കൂടുതൽ ചെയ്തു. പിന്നെ അത് ചെയ്യണ്ടെന്നായി, ചെയ്യരുതെന്നായി. പക്ഷെ അത് ചെയ്തു. അതൊന്നും അങ്ങനെ അങ്ങനെ കേട്ടിടത്തോളം എനിക്ക് മനസ്സിലായി ഐശ്വര്യ അങ്ങനെ ഭയങ്കരമായിട്ടൊന്നും ആലോചിച്ച് ഇല്ല ചെയ്യുന്ന ഒരാളൊന്നുമല്ലേ. ആ ഒരു ഫ്ലോയുടെ ഒത്തങ്ങ് പോകുന്ന ഒരാളല്ലേ. ആലോചന ഞാൻ വിചാരിച്ചാലും എനിക്ക് നടക്കില്ല. ഞാനൊരു കാര്യം ആലോചിക്കുക, എന്നോട് ചിലപ്പോൾ വിഷ്ണുവൊക്കെ പറയും നീ എന്തിനെ പറ്റി ഒന്ന് ആലോചിച്ച് വന്ന്. അപ്പൊ ഞാൻ എല്ലാം പ്രിപ്പയർ ചെയ്ത് കുളിച്ച് സെറ്റാക്കി ആലോചിക്കാം. പിന്നെ ആലോചന പോയി എവിടെങ്കിലും എത്തി. ഞാൻ ഇന്ന് രാത്രി എന്ത് കഴിക്കും, നാട്ടിൽ പോയപ്പോൾ ആ പൊറോട്ടയും ചിക്കൻ കറിയും നല്ല അവിടേക്ക് എത്തും. പിന്നെ വിഷ്ണുവിനോട് എന്തായെന്ന് ചോദിക്കുമ്പോഴാണ് അപ്പൊ എനിക്ക് തോന്നുന്ന ഉത്തരം ഞാൻ പറയാം. ആലോചിച്ചിട്ടില്ല എന്ന് പറയാൻ പറ്റില്ലല്ലോ. അപ്പൊ അങ്ങനെ ആലോചന ആ ട്രാക്കിൽ എനിക്ക് പോവില്ല. ഈ രണ്ട് വളരെ വ്യത്യസ്തമായ സ്വഭാവങ്ങളുള്ള 2 പേര് ഒരുമിച്ച് ഒരു ജീവിതം തുടങ്ങിയപ്പോ നേരിട്ട ഏറ്റവും വലിയ പ്രശ്നം എന്തായിരുന്നു? എനിക്കങ്ങനെ പ്രശ്നമായിട്ടൊന്നും അങ്ങനെ തോന്നിയിട്ടില്ല. പിന്നെ ഞങ്ങൾ രണ്ടുപേരുടെയും സ്പേസിൽ അധികം കയറി അഭിപ്രായം പറയുകയൊന്നും ചെയ്യാറില്ല. അപ്പൊ പിന്നെ അധികം പ്രശ്നങ്ങൾ വരില്ലല്ലോ. പിന്നെ നമ്മൾ 2 പേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഫ്രസ്ട്രേറ്റഡ് ആക്കാൻ വേണ്ടി ഒന്നും ചെയ്യാറില്ല. അത്രയ്ക്കുള്ളൂ. അല്ലാതെ ഞാൻ കയറി ഒരാളുടെ ജീവിതത്തിൽ കയറി ഭയങ്കരമായിട്ട് അഭിപ്രായം പറയുമ്പോഴല്ലേ അവിടെ പ്രശ്നം വരുന്നത്. ഞാനിത് നിൽക്കാറില്ല. എൻ്റെ കാര്യത്തിലും വന്ന് ഭയങ്കര അഭിപ്രായം പറയാറില്ല. പലപ്പോഴും പല വീഡിയോസും കാണുമ്പോഴത്തേക്കും ഞങ്ങളുടെ ഉള്ളിൽ തോന്നുവേ ഭർത്താവിന് വലിച്ചു വലിച്ച് ക്യാമറയുടെ മുന്നിലേക്ക് കൊണ്ടുവരികയാണോ എന്നുള്ളൊരു തോന്നല് മനഃപൂർവ്വം ഉണ്ടാക്കാറുണ്ട്. അതിലെന്തെങ്കിലും എപ്പോഴെങ്കിലും ആരെങ്കിലും അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? ഇഷ്ടമില്ലാത്ത ഒരാളെ എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത്? ഉണ്ടോ? അപ്പൊ അതിലെന്താ മറുപടി കൊടുക്കുക? പറഞ്ഞോട്ടെ. അങ്ങനെയുള്ള ഒരു കമന്റുകൾ, നെഗറ്റീവ് കമന്റുകൾക്ക് മറുപടി അങ്ങോട്ട് കൊടുക്കാറുണ്ടോ? നെഗറ്റീവ് കമന്റ്സിന് ഭയങ്കരമായിട്ട് മറുപടി കൊടുത്തിട്ടുണ്ടായിരുന്നോ മുന്നേ? പക്ഷെ ഇപ്പോ ലെസ് ബോധേർഡ് ആവുക എന്നുള്ളത്, അതിന് ഒരുപാട് എൻ്റെ വീഡിയോ കാണുന്ന ആൾക്കാരും എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. പൊതുവെ ഇപ്പൊ നമ്മൾ എപ്പോഴും പറയില്ലേ, ഇപ്പൊ ഒരു നെഗറ്റീവ് കാര്യം പറയുന്ന വീഡിയോ ഒക്കെയാണ് റീച്ച് കൂടുതലെന്ന്. എൻ്റെ വ്യൂവേഴ്സിൻ്റെന്നോ എൻ്റെ സബ്സ്ക്രൈബേഴ്സിൻ്റെന്നോ അങ്ങനത്തെ ഒരു ഫീൽ എനിക്ക് ഉണ്ടായിട്ടേ ഇല്ല. ഞാൻ പോസിറ്റീവായിട്ടുള്ള കാര്യം പറയുമ്പോൾ തന്നെയാണ് എനിക്ക് വ്യൂ കൂടാറ്. ഞാൻ നെഗറ്റീവായിട്ട് എന്നെ പറ്റി ആരെങ്കിലും നെഗറ്റീവായിട്ട് പറയുമ്പോഴോ അല്ലെങ്കിൽ നെഗറ്റീവായ രീതിയിൽ വളച്ചൊടിക്കുമ്പോഴോ എൻ്റെ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്ന ആൾക്കാർ ഞാൻ കൊടുക്കുന്നതിന് മുന്നേ അതിന് റിപ്ലൈ കൊടുക്കാറുണ്ട്. അപ്പം അങ്ങനെ ഒരു ഇപ്പം നെഗറ്റീവ് കമൻറ്റ്സിന് ഞാൻ തീരെ ബോധേഡല്ല. ഞാനത് വായിച്ച് ചിരിക്കും വിടും. അതിന് ഞാൻ എന്തിനാണ് അത്ര എഫേർട്ട് എടുക്കുന്നത്? ഓരോ ആൾക്കാരും ഓരോ ഇത് ചിന്തിക്കില്ലേ. നമ്മൾ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു സാധനം, ഇപ്പോൾ യൂട്യൂബ് അല്ലെങ്കിൽ കണ്ടന്റ് ക്രിയേഷൻ, ഇതിനൊക്കെ ഇതിവിടെ പറ്റില്ല എന്ന് സ്ട്രോങ് ആയിട്ട് അച്ഛനും അമ്മയും പറയുമ്പോൾ നമുക്ക് അവരോട് ഉള്ളിനുള്ളിൽ എവിടെയൊക്കെയോ ഒരു ദേഷ്യമോ അല്ലെങ്കിൽ എൻ്റെ അമ്മയുടെ അച്ഛൻ്റെയും പല നയങ്ങളോടും എനിക്ക് യോജിപ്പുണ്ടായിരുന്നല്ലോ. അതിലൊരു കാര്യമായിരുന്നു ഇത്. അവര് അമ്മയച്ഛനും ഒരുപാട് നോ പറയും. ഒരുപാട് നോ പറഞ്ഞാൽ നോനോടുള്ള വില നമുക്ക് പോകും. അങ്ങനെ എനിക്കുണ്ടായിരുന്നു. അപ്പോ ആ നോയും എനിക്ക് അത്രേ ഉണ്ടായിരുന്നുള്ളല്ലേ. ഈ പാർട്ട്ണറുടെ ഏറ്റവും നല്ലൊരു അല്ലെങ്കിൽ 2-3 ക്വാളിറ്റീസ് പറയാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഐശ്വര്യ എന്ത് പറയും? സപ്പോർട്ടീവ് ആണ് വിഷ്ണു. എല്ലാരും പറയുന്ന പോലെ കെയറിംഗ് ആണ്. മൊത്തത്തിൽ വലിയ തിരക്കേടൊന്നുമില്ല. അങ്ങനെ ഇങ്ങനെ ക്വാളിറ്റീസ് വെച്ച് പറയാൻ പറഞ്ഞാൽ എനിക്ക് കുറെ ഞാൻ ഒന്ന് മാറി ഇന്ന് ആലോചിച്ചിട്ട് ഞാൻ തിരിച്ചു വരാം. മൊത്തത്തിൽ തിരക്കേടൊന്നുമില്ല. നല്ലൊരു മനുഷ്യനാണ്. ഈ വളാഞ്ചേരിക്കാരിയായ വളരെ നാട്ടുമ്പുറത്തുകാരിയായ ഒരു കുട്ടി
എങ്ങനെ പെട്ടെന്ന് വളരെ മോഡേൺ ആയി? ഇപ്പൊ ഐശ്വര്യയുടെ ഒരു ഔട്ട്ലുക്ക് ആണെങ്കിലും കോസ്റ്റ്യൂംസ് ആണെങ്കിലും എല്ലാം വളരെ മോഡേൺ ആണ്, വളരെ ഫോർവേഡ് തിങ്ക് ചെയ്യുന്ന ആളാണ്. അതെങ്ങനെ പെട്ടെന്ന് അങ്ങനെ മാറിയത്? എനിക്കിഷ്ടമായിരുന്നു ഇങ്ങനെ മുന്നേ തന്നെ കുറച്ച് മോഡേൺ ആയിട്ട് ഡ്രസ്സ് ചെയ്യാനും, ഷോർട്സ് ഇടാനും, ജീൻസ് ഇടാനും, ക്രോപ്പ് ടോപ്പ് ഇടാനും ഒക്കെ. പക്ഷെ വളാഞ്ചേരിയിൽ നിന്നുകൊണ്ടിട്ട് എനിക്ക് ചെയ്യാനത് പറ്റുന്നുണ്ടായിരുന്നില്ല. കാരണം എല്ലാവരും അങ്ങനെ ഡ്രസ്സ് ചെയ്യുന്ന ആൾക്കാരല്ല, കുറച്ചും കൂടെ കാഷ്വൽ ആയിട്ട് ഡ്രസ്സ് ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പോൾ എനിക്ക് അവിടുന്ന് ചെയ്യാൻ പറ്റാത്ത കാര്യം എറണാകുളത്ത് പോയപ്പോൾ ചെയ്തിട്ടുണ്ടായിരുന്നു, എറണാകുളത്ത് ചെയ്യാൻ പറ്റാത്ത കാര്യം ബാംഗ്ലൂർ പോയപ്പോൾ ചെയ്തിട്ടുണ്ടായിരുന്നു, ബാംഗ്ലൂർ ചെയ്യാൻ പറ്റാത്ത കാര്യം ഞാനിപ്പോൾ നെതർലൻഡ്സിലാണെങ്കിൽ അവിടുന്ന് ഞാൻ ചെയ്യുന്നു. കോസ്റ്റ്യൂംസ് കാണിക്കുന്നു, വീട് കാണിക്കുന്നു, ലൈഫ് സ്റ്റൈൽ കാണിക്കുന്നു, ഇല്ലേ പല പല ജോണറുകളിൽ വീഡിയോസ് ഉണ്ടല്ലോ. ഏറ്റവും കൂടുതൽ ആളുകൾക്ക് ഇഷ്ടം തോന്നിയ വീഡിയോസ് ഏതാണെന്ന്? സ്മൂതി ഉണ്ടാക്കുന്ന വീഡിയോ. എന്നോട് പലരും പറഞ്ഞിട്ടുണ്ട് ഐശ്വര്യയുടെ വീഡിയോയിൽ ഇൻസ്പയർഡ് ആയിട്ട് സ്മൂത്തി ഉണ്ടാക്കാറുണ്ടെന്ന്. സ്മൂതി ഉണ്ടാക്കൽ ഇൻസ്പിറേഷൻ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ എനിക്കറിയില്ല. ചിലപ്പോൾ ഡെയിലി നമ്മൾ വർക്ക്ഔട്ട് ചെയ്യുക, കുറച്ചും കൂടെ ഹെൽത്തി ആയിട്ടുള്ള ഫുഡ്, നമ്മൾ സ്മൂതി ഹെൽത്തിയസ്റ്റ് ഫുഡാണെന്നല്ല കേട്ടോ ഞാൻ പറയുന്നത്. നമ്മൾ 6 ദിവസം സ്മൂതി കുടിച്ചാൽ അത് പണി തന്നെയാണ്. നമ്മൾ ആഴ്ചയിൽ 1-2 ദിവസം ബ്രേക്ക്ഫാസ്റ്റ് നമുക്ക് സ്മൂതി കഴിക്കാം. അപ്പോൾ അങ്ങനെ സ്മൂതി കഴിക്കുക, അങ്ങനെയൊക്കെ ആവുന്ന ഒരു ലൈഫ് സ്റ്റൈല് ചിലപ്പോൾ ആൾക്കാർക്ക് ഇഷ്ടം തോന്നുന്നതായിരിക്കാം. അതിപ്പോൾ എന്നെക്കാളും കൂടുതൽ ഇൻസ്പയർഡ് ആയി എന്ന് പറയുന്നവരല്ലേ അത് പറയേണ്ടത് എന്തുകൊണ്ടാണ് എന്നുള്ളത്. ഇപ്പൊ എനിക്ക് പ്രിയങ്ക ചോപ്രയുടെ ഇന്റർവ്യൂസ് കാണുമ്പോൾ ഞാൻ ഭയങ്കര ഇൻസ്പയർഡ് ആവാറുണ്ട്. അപ്പൊ അതിനുള്ള എക്സ്പ്ലനേഷൻ എൻ്റെ കയ്യിലുണ്ട്. പ്രിയങ്ക ചോപ്ര അടുത്തത് ചോദിച്ചു കഴിഞ്ഞാൽ എന്താന്നുള്ളത് എനിക്കല്ലേ പറയാൻ പറ്റും. ഞാൻ എന്റെ പ്രിയങ്ക ചോപ്രയായിട്ട് കമ്പയർ ചെയ്തല്ലോ. അല്ല, ഞാൻ ആലോചിച്ചതാ. ഞാൻ ഇൻസ്പയർഡ് ആവാറുള്ള ഒരാളെ പറ്റിയിട്ട് ഞാൻ പറഞ്ഞതാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതേപോലെ എനിക്ക് സുപ്രിയ മാമിന്റെ ഇന്റർവ്യൂസ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ അവരുടെയൊക്കെ ഞാൻ ഭയങ്കര ഇൻസ്പയർഡ് ആവാറുള്ള ഒരു കാര്യമാണ്. അപ്പോൾ അതെന്തുകൊണ്ടാണ് ഇൻസ്പയർഡ് ആവുന്നത് എന്നുള്ള ആൻസർ ആണ് എൻ്റെ കൂടുതലായിട്ട്. എന്തുകൊണ്ട് എൻ്റെ ആൾക്കാർ ഇൻസ്പയർഡ് ആവുന്നു എന്നുള്ളതിനേക്കാൾ എനിക്ക് ക്ലിയർ ആയിട്ട് തരാൻ പറ്റുക. മനസ്സിലായി. ഈ തനി മലയാളി എന്നുള്ള പേരുള്ളതുകൊണ്ട് ഞങ്ങൾ ഇങ്ങനെ ഇവിടെ ഇരുന്ന് ആലോചിച്ചേ കുറച്ച് മലയാളി ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കണം, കൃത്യമായിട്ട് അറിയാൻ പറ്റുമോ എന്ന് അറിയണം. ഞാൻ തനി മലയാളി എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ചേരയെ തിന്നുന്ന നാട്ടിലെത്തിയാൽ ചേര തിന്നുന്ന മലയാളി. അതാണല്ലോ നമ്മൾ മലയാളികൾ. ഏതൊരു കൾച്ചറും നമ്മൾ അഡാപ്റ്റ് ചെയ്യും, ഏതൊരു സ്ഥലത്ത് പോയാലും നമ്മൾ ഈസിലി അവിടെ ജീവിച്ചു പോകും. അങ്ങനത്തെ ഒരു തനി മലയാളിയാണ് ഞാൻ. അല്ലാതെ മലയാളത്തിലെ അക്ഷരങ്ങളോ മലയാള മാസങ്ങളോ അറിയുന്ന ഒരു മലയാളി അല്ല. അല്ലേ പറഞ്ഞ അത് ക്ലിയർ ആക്കിയത് വളരെ നല്ല കാര്യം. ഈ ചേര തിന്നുന്ന നാട്ടിൽ ചെന്നാൽ നടുക്കണ്ടം തിന്നണം എന്ന് പറഞ്ഞ പോലെ അവിടെ ആ നാട്ടിലേക്ക് ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും അവിടുത്തെ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മുടെ ലൈഫിലേക്ക് കൊണ്ടുവന്നത്? എൻ്റെ ചിന്ത കുറച്ചും കൂടെ ഈസി ആയി എന്നുള്ളതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കുറേ കാര്യങ്ങൾ തെറ്റാണ് എന്നുള്ളത് എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. അതൊന്നും തെറ്റല്ല എന്ന് ഞാൻ മനസ്സിലാക്കി. ഫോർ എക്സാമ്പിൾ എന്താണ്? ഒരാൾ ഏത്തീസ്റ്റ് ആവുക എന്നുള്ളത് തെറ്റായിട്ടുള്ള ഒരു കാര്യമായിരുന്നു എൻ്റെ മനസ്സിൽ. ഏത്തിസം ഭയങ്കര തെറ്റാണ്. പക്ഷെ എൻ്റെ അവിടെയുള്ള ഒരുപാട് ഫ്രണ്ട്സും ആംസ്റ്റർഡാമിൽ നല്ലൊരു മെജോറിറ്റി ഓഫ് ആൾക്കാരും ഏത്തീസ്റ്റ് ആണ്. അപ്പോൾ ഇറ്റ്സ് ഓക്കെ ടു ബി ആൻ ഏത്തീസ്റ്റ് എന്നുള്ളത് അത് അവരുടെ കാര്യമാണ് എന്നുള്ളത് എനിക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നു. പിന്നെ 2 അടിപൊളിയായ ആൾക്കാർ ഒരുമിച്ച് ചേർന്ന് കഴിഞ്ഞാൽ അതൊരിക്കലും ഡിവോഴ്സ് ആവില്ല എന്നാണ് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. ഡിവോഴ്സ് ആവുകയാണെങ്കിൽ ഒന്നെങ്കിൽ ഒരാളുടെ അടുത്തൊരു പ്രശ്നം ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ മറ്റാൾ മോശമായിരിക്കും, അല്ലെങ്കിൽ ചീറ്റിംഗ് ഉണ്ടായിരിക്കും, ഇതായിരിക്കും. അങ്ങനെയൊക്കെയായിരുന്നു എൻ്റെ ഒരു മനസ്സിലാക്കൽ. പക്ഷെ 2 അടിപൊളിയായിട്ടുള്ള ആൾക്കാർ ചേർന്ന് കഴിഞ്ഞാലും ഡിവോഴ്സ് ഉണ്ടാവാം. അത് അവർ തമ്മിൽ മുന്നോട്ട് അത് 2 പേരുടെ കയ്യിൽ മിസ്റ്റേക്ക് വേണമെന്നില്ല. അങ്ങനത്തെ കുറെ കാര്യങ്ങൾ ഞാൻ റിയലൈസ് ചെയ്തിട്ടുണ്ടായിരുന്നു അവിടെ ചെന്നിട്ട്. ഈ ഫ്രണ്ട്സിന് ഐശ്വര്യ എങ്ങനെയുള്ള വളരെ കൂൾ ആയിട്ടുള്ള ഒരാളാണോ അതോ ഷോർട്ട് ടെമ്പർ ആയിട്ടുള്ള ആളാണോ? ഞാൻ ഷോർട്ട് ടെമ്പേർഡ് ആയിരുന്നു. ഇപ്പൊ ഞാൻ ഷോർട്ട് ടെമ്പേർഡ് അല്ല. അതെങ്ങനെയാ ഇങ്ങനെയൊക്കെയുള്ള സ്വഭാവങ്ങൾ മാറ്റാൻ പറ്റുന്നത്? അധികം കെയർ ചെയ്യാത്തതുകൊണ്ടാണ് എനിക്ക് തോന്നുന്നത്. എനിക്കറിയില്ല. മുന്നേ ഷോർട്ട് ടെമ്പേർഡ് ആയിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ആകെ ഷോർട്ട് ടെമ്പേർഡ് ആയിരുന്നത് എൻ്റെ വീട്ടിലായിരുന്നു തോന്നുന്നു. കാരണം അമ്മയ്ക്കൊരു പ്രത്യേക സ്കില്ലുണ്ട് നമ്മളെ ദേഷ്യം പിടിപ്പിക്കാൻ. അതെല്ലാ അമ്മമാർക്കും അത് ദേഷ്യം പിടിച്ച അമ്മയുടെ അപ്രോച്ചിൽ ഇത്രയും നമുക്ക് പറ്റുള്ളൂ, കുറച്ചും കൂടെ ട്രൈ കൂടുതൽ പറ്റും, അങ്ങനത്തെ ഒരു അപ്രോച്ച് അമ്മ തരും. അല്ലാതെ പുറത്ത് ഞാൻ എൻ്റെ ഫ്രണ്ട്സിൻ്റെ ഇടയിലൊന്നും അത്ര ഞാൻ ദേഷ്യപ്പെട്ടിട്ടുള്ള ഒരാളായിരുന്നില്ല. ഇപ്പൊ ഇവിടെയും ഞാൻ അങ്ങനെ ദേഷ്യം പിടിച്ചിട്ടൊന്നും ചെയ്യാറില്ല. കൂളാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയില്ല. എന്നെക്കാളും കൂളായിട്ടുള്ള ഇഷ്ടംപോലെ ആൾക്കാർ എൻ്റെ ഗാങ്ങിലുണ്ട്. ഗാങ് എന്നൊക്കെ വിളിക്കാൻ പറ്റുമെന്ന് അറിയില്ല, എന്റെ ഫ്രണ്ട്സിന്റെ സർക്കിളിലുണ്ട്. ആണ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഐശ്വര്യ ഏറ്റവും സന്തോഷിപ്പിക്കുന്ന കാര്യം എന്താ? നാട്ടിലെത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ അമ്മമ്മടി വെലച്ചന്റെ ഒപ്പം ഇരിക്കാം. ആണ്. അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ വിഷ്ണുവിന്റെ കൂടെ ഇരിക്കാന്നുള്ളതാണോ? അല്ല. അല്ലല്ലേ? ഓ, സന്തോഷം. അങ്ങോട്ട് ചെന്നാൽ
വിഷ്ണു ഇപ്പം എൻ്റെ ലോകമൊന്നുമല്ല, എൻ്റെ ലോകത്തിലുള്ള ഒരാളാണ് വിഷ്ണു. വിഷ്ണുവിൻ്റെ ഒപ്പം ഇരിക്കുന്ന സമയം എനിക്ക് വളരെയധികം സന്തോഷമുള്ള കാര്യമാണ്. നാട്ടിൽ ഞാനിപ്പോൾ വല്ലപ്പോഴും വരുമ്പോഴാണ് എനിക്ക് ഫുൾ ടൈം അമ്മടി വെളിച്ചൻ്റെ ഒപ്പം ഇരിക്കുന്നത് എനിക്ക് സന്തോഷമുള്ള. ഞാനിപ്പോൾ ഇവിടെ തന്നെ നിൽക്കുകയാണെങ്കിൽ എനിക്ക് അമ്മടി വെളിച്ചൻ്റെ ഒപ്പം ഇരിക്കുന്നത് എനിക്ക് എൻ്റെ ജീവിതത്തിൽ വലിയ സന്തോഷമൊന്നും ആയിരിക്കില്ല. അപ്പം അവിടെ ഞാൻ എൻ്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ സ്ട്രഗിൾ ചെയ്യുന്ന ഒരാളാണ്. അപ്പം എനിക്ക് പല പല സന്തോഷങ്ങളുണ്ടായിരിക്കും. ഫ്രണ്ട്സിൻ്റെ ഒപ്പം പുറത്തു പോകുന്ന ഒരു സന്തോഷം, എനിക്ക് ഒറ്റയ്ക്ക് ടൈം സ്പെൻഡ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. ഒറ്റയ്ക്ക് പുറത്തു പോകുന്നത് വേറെ സന്തോഷം, വിഷ്ണുവിൻ്റെ ഒപ്പം ഇരിക്കുന്നത് വേറെ സന്തോഷം, കുട്ടികളുടെ ഒപ്പം കളിക്കുന്നത് വേറെ സന്തോഷം, ഇവിടെ വിളിച്ച് സംസാരിക്കുന്നത് വേറെ സന്തോഷം. അപ്പോൾ എല്ലാം വേറെ വേറെ കാര്യങ്ങളാണ്. ഞാനിങ്ങനെ കേട്ടോ, അത് നമ്മളെ ഒരുമാതിരിപ്പെട്ട എല്ലാ മാരീഡ് ആയിട്ടുള്ള കപ്പിൾസിനെയും വളരെ ഇറിറ്റേറ്റ് ചെയ്യിക്കുന്ന ഒരു ചോദ്യമാണ്, കല്യാണം കഴിഞ്ഞില്ലേ, കുട്ടികളൊന്നും ആയില്ലേ എന്നുള്ള ചോദ്യം. മലയാളികളുടെ ഇടയിൽ വളരെ കോമൺ ആയിട്ട് കേൾക്കുന്ന ചോദ്യമാണത്. ഈ ചോദ്യം പോലും ഐശ്വര്യനെ ഇറിറ്റേറ്റ് ചെയ്യിക്കുന്നില്ല, ദേഷ്യം പിടിപ്പിക്കുന്നില്ല എന്ന് കേട്ടപ്പോൾ ഞാൻ വളരെ സർപ്രൈസ്ഡ് ആയിരുന്നു. എന്തുകൊണ്ടാണ്? എന്നോട് അങ്ങനെ നേരിട്ടാരും ഇന്നേ വരെ ചോദിച്ചു. ഇത്തവണ 1-2 ഇപ്പം നാട്ടിൽ വന്നതിന് ശേഷം ചോദിച്ചു. അവർക്ക് അറിയാനുള്ള കാര്യമല്ലേ ചോദിക്കുന്നത്, എനിക്ക് പറയാനുള്ള കാര്യം പറയുന്നു. അപ്പൊ എന്താ നമ്മളൊരു മറുപടി സാധാരണയായിട്ട് പ്രിപ്പയർ ചെയ്ത് വെച്ചേക്കുന്നത് കൊടുക്കാനുള്ളത്? ഇല്ല, ഞാൻ ചെറുപ്രായമല്ലേ, ഇപ്പൊ ഇതിനാണ് ചോദിക്കും. ഞാനിപ്പോ കുട്ടീനെ പ്ലാൻ ചെയ്ത് എനിക്ക് കുട്ടി ഉണ്ടാവാതിരിക്കുമ്പോഴാണല്ലോ എനിക്കത് ഇറിറ്റേഷൻ ആവുന്നത്. അപ്പൊ എനിക്കതൊരു ബുദ്ധിമുട്ടായിരിക്കും. എനിക്കിപ്പോ ഒരാൾക്കിപ്പോൾ 2 അബോർഷൻ കഴിഞ്ഞു, ഒരാൾക്ക് PCOS കാരണം കൺസീവ് ആവുന്നില്ല, അല്ലെങ്കിൽ ഹസ്ബൻഡിന് എന്തെങ്കിലും ഇഷ്യൂ ഉള്ളത് കാരണം കൺസീവ് ആവുന്നില്ല. അങ്ങനത്തെ ഇഷ്യൂലിരിക്കുമ്പോഴാണ് ഈ ഒരു ചോദ്യം കൺസേണിങ് ആവുന്നത്. ഇതിനെപ്പറ്റി ചിന്തിക്കാത്ത എൻ്റെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കൊരു പ്രശ്നമില്ല, ഞങ്ങൾ ഇപ്പോൾ പ്ലാൻ ചെയ്യുന്നില്ല എന്നുള്ളത് പറയാൻ എനിക്ക് വലിയ ബുദ്ധിമുട്ടില്ല. നമ്മുടെ വീട്ടിലെ അമ്മയോ അച്ഛനോ ഈ ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ടോ? ഇല്ല അല്ലേ? അവരിങ്ങനെയുള്ള ഇന്റർവ്യൂസിലൂടെ മറുപടി കണ്ടെത്തുന്നുണ്ടാവുമായിരിക്കും. ഇന്നേ വരെ എന്നോട് ചോദിച്ചിട്ടില്ല. ഞാൻ കല്യാണം കഴിച്ചാൽ ഭാഗ്യന്നായിരിക്കും ഒരു അല്ല, ഈ 3 വർഷം ഈ ഭർത്താവിന് വേണ്ടിയിട്ടുള്ള അന്വേഷണം ഇതൊക്കെ കണ്ടപ്പോഴത്തേക്കും വീട്ടുകാരെന്താ പറഞ്ഞത്? ടെൻഷൻ അടിക്കണ്ട, നമുക്കൊരാളെ കണ്ടുപിടിക്കാൻ. അല്ല, അവർക്ക് ഞാൻ ആരെ കെട്ടിയാലും പെട്ടെന്ന് കിട്ടിയാൽ മതി. എനിക്കാണ് അങ്ങോട്ട് ശരിയാവാതെ വരുന്നുണ്ടായിരുന്നത്. എന്തായിരുന്നു എന്താ ഒരു വ്യക്തിയിൽ നോക്കിക്കൊണ്ടിരുന്നത്? എന്ത് കാര്യമായിരുന്നു? ഞാൻ പറയുന്ന കാര്യം പറയുന്ന സെൻസിൽ മനസ്സിലാക്കാൻ പറ്റണം. ഈ നേരത്തെ പറഞ്ഞ പോലെ തറാന്ന് പറയുമ്പോൾ പറയാന്ന് മനസ്സിലാക്കിയിട്ട് കാര്യമില്ലല്ലോ. ഞാനൊരു കാര്യം പറയുമ്പോൾ പറയുന്ന സെൻസിൽ അയാൾക്ക് മനസ്സിലാവണം. അയാൾ പറയുന്ന കാര്യം അയാൾ പറയുന്ന അതേ സെൻസിൽ എനിക്ക് മനസ്സിലാവണം. അത്ര ഞാൻ നോക്കിയിരുന്നുള്ളൂ. പക്ഷെ അത്ര പോലും ഉള്ള ഒരാളെ കിട്ടാനായിട്ട് വളരെ ഇത്രമാത്രം ഭയങ്കര കഷ്ടപ്പാടായിരുന്നു. അതെ, എത്ര പേരെ അങ്ങനെ ഒരു അറ്റംപ്റ്റ് നടത്തി നോക്കി സംസാരിക്കാനോ? ഞാൻ മിനിമം 30-35 ആൾക്കാരുടെ അടുത്ത് ഞാൻ സംസാരിച്ചിട്ടുണ്ട്. ഈസിലി 35ഒക്കെ. 3.5 കൊല്ലം നമ്മൾ പെണ്ണ് കാണുമ്പോ അത്രയൊക്കെ ഉണ്ടായിരിക്കില്ലേ? ആണ് കണ്ടോണ്ടിരിക്കുമ്പോ അല്ലേ? അങ്ങനെ അല്ല, ഇത് മുഴുവൻ ഞാൻ വേണ്ടാന്ന് വെച്ച അവര് പറയുന്ന കൺസെപ്റ്റിൽ എനിക്ക് മനസ്സിലാവുന്നില്ലെങ്കിൽ അവർക്ക് ഞാൻ അധികം പറ്റുന്നതാണ്. അപ്പൊ പലരും എന്നെ വേണ്ടാന്ന്, ഞാൻ വേണ്ടാന്ന് വെക്കുക അങ്ങനെയൊന്നുമില്ല. ഞാൻ ആദ്യം അവരുടെ അടുത്താ പറഞ്ഞിരുന്നത് നമ്മൾ തമ്മിൽ സംസാരിക്കുന്നത് ശരിയാവുന്നില്ല. അപ്പൊ അവർക്കൊരു ആശ്വാസമായിരിക്കും, ഒഴിഞ്ഞു പോയല്ലോ. അപ്പോ പിന്നെ പലതും അവരും വേണ്ട എന്നുള്ള മട്ടിൽ വെച്ചിട്ടുണ്ട്. ഞാൻ ഇപ്പൊ ത്രിലോക രംഭയൊന്നും അല്ലല്ലോ എല്ലാവരും എന്നെ കണ്ടുടനെ വീഴാൻ. അപ്പൊ അവര് വേണ്ടാന്ന് വെച്ച ഇതുണ്ടായിട്ടുണ്ട്. എനിക്ക് മുന്നോട്ട് പോവില്ല എന്ന് തോന്നിയ കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഇങ്ങനെ വന്ന് ഈ വിഷ്ണു ആണ് എനിക്ക് പറ്റുന്ന ഒരാള് എന്ന് തിരിച്ചറിഞ്ഞത് എങ്ങനെയായിരുന്നു? ഒന്ന്, എല്ലാവരും എതിർത്തൊരു കാര്യം വിഷ്ണുവിനെ സപ്പോർട്ട് ചെയ്തായിരുന്നു ഈ ഒരു കണ്ടന്റ് ക്രിയേഷൻ. കാരണം വിഷ്ണുവിന് ഇതെന്താന്ന് പോലും അറിയാം. വിഷ്ണുവിന്റെ ഫോണിൽ ഇപ്പോഴും ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കും ഒന്നുമില്ല. വിഷ്ണുവിന്റെ ഫോണിൽ അന്നുമില്ല. വിഷ്ണു ടിക്ടോക്ക് ഒന്നും കണ്ടിട്ട് പോലുമില്ല. ടിക്ടോക്കിന്റെ ഐക്കൺ കണ്ടാൽ മനസ്സിലാവില്ല ചിലപ്പോ. അപ്പോ അന്നും ഞാനിത് ചെയ്യാന്ന് പറയുമ്പോൾ ഞാൻ ഫസ്റ്റ് ഇങ്ങനെ പറഞ്ഞു, ഞാൻ ഇടയ്ക്ക് ടിക്ടോക്കൊക്കെ ചെയ്യാറുണ്ട്. ചെയ്തോ, അത്ര വിഷ്ണുവിനുണ്ടായിരുന്നുള്ളൂ. പിന്നെ അത് ഞാൻ ചെയ്യാൻ വേണ്ടി തുടങ്ങുമ്പോഴും ഒക്കെ എനിക്ക് എൻഗേജ്മെന്റ് സമയത്തും ഞാൻ മാക്സിമം ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു 12,000 രൂപയുടെ വരെ മോട്ടറോളുടെ ഫോണൊക്കെ ആയിരുന്നു. അതിൽ വലിയ ക്ലാരിറ്റി ഒന്നുമില്ല വീഡിയോ എടുക്കുമ്പോൾ. അപ്പൊ നല്ല വീഡിയോ ക്ലാരിറ്റി ഉള്ള ഫോൺ വാങ്ങിച്ചിരുന്നു, ലൈറ്റ് വാങ്ങിച്ചിരുന്നു, ട്രൈപോഡ് വാങ്ങിച്ചിരുന്നു. ഞാനിങ്ങനെ ടേബിളൊക്കെ അടക്കി അതിന്റെ മുകളിലൊക്കെ വെച്ചിട്ടാണ് ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഇതെല്ലാം ചെയ്യുമ്പോ നമുക്കൊരു ഇഷ്ടം തോന്നൂലോ അയാളുടെ അടുത്ത്. പിന്നെ വിഷ്ണു ഭയങ്കര രസത്തിൽ സംസാരിക്കുന്ന ഒരാളാണ്. അപ്പൊ അങ്ങനത്തെ ഒരാളുടെ സംസാരിക്കുമ്പോൾ നമുക്കൊരു മടുപ്പ് വരില്ലല്ലോ. പിന്നെ ഒരു കാര്യം കോംപ്ലിക്കേറ്റ് ചെയ്യുന്നൊന്നും ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല. ഞാനൊരു കാര്യം ചെയ്യാൻ പോകുമ്പോൾ അത് ചെയ്യരുത്, ചെയ്യണം, അങ്ങനെ അഭിപ്രായങ്ങളൊന്നും പറയില്ലായിരുന്നു. എനിക്ക് ചെയ്യണം തോന്നുകയാണെങ്കിൽ ചെയ്തോ. അപ്പൊ അങ്ങനെയൊക്കെ കുറച്ച് തോന്നിയപ്പോ എനിക്കിപ്പോ എന്താ പറയാ, ഗ്രീൻ സിഗ്നലോ ഗ്രീൻ ഫോറസ്റ്റ്, ഗ്രീൻ ഫ്ലാഗ് അല്ല, ഗ്രീൻ ഫോറസ്റ്റ് ആണ്. അപ്പൊ എനിക്ക് ഇയാൾ വലിയ തിരക്കേടെല്ലാം തോന്നിയായിരുന്നു. പിന്നെ എൻഗേജ്മെന്റ് കഴിഞ്ഞിട്ടും കൂടെയാണ് ഞങ്ങൾക്ക് കുറച്ചധികം ടൈം സ്പെൻഡ് ചെയ്യാൻ വേണ്ടി കിട്ടിയത്. അപ്പോഴും വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. ഈ കയ്യിലെ ടാറ്റൂവിനെ കുറിച്ചും ചോദിക്കണം എന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നു. ഇത് എന്താ ഉദ്ദേശിക്കുന്നത്? അതൊന്നും ഉദ്ദേശിച്ചല്ല, എന്നെ ഒന്ന് രക്ഷപ്പെടുത്തിയതാ.
ഇന്നലെ എന്നോട് ഒരു ഇന്റർവ്യൂവിൽ ചോദിച്ചായിരുന്നു കർമ്മ എന്ന് പറഞ്ഞിട്ടുള്ള കാര്യത്തിൽ വിശ്വാസം ഉണ്ടോ എന്ന്. അപ്പൊ ഞാൻ അവിടെ ഇവിടെയും തൊടാത്തൊരു മറുപടിയാണ് ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നത്. കാരണം എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ വയ്യാത്തതുകൊണ്ട്. ഇതിന് താഴെ കർമ്മ ലൂപ്പിലിട്ടൊരു സാധനമുണ്ട്. കർമ്മ ലൂപ്പിലിട്ടോ? ഇത് എന്ന് ഞാൻ ലൂപ്പിലിട്ടോ അന്ന് ഞാൻ ചെയ്ത സാധനം മുഴുവൻ എന്റേക്ക് തിരിച്ചു വരാൻ വേണ്ടി തുടങ്ങി. എനിക്ക് മനസ്സിലായി. മുന്നേ എന്തൊക്കെ ചെയ്തിട്ടുണ്ട് അതൊക്കെ എന്റേക്ക് വന്നോണ്ടിരിക്കുക. അതൊരു ലൂപ്പ് പോലെ കടന്ന് ഇങ്ങനെ തിരിഞ്ഞോണ്ടിരിക്കുക. അപ്പൊ ഞാൻ വെച്ച് ഈ സാധനം ശരിയാവില്ലതൊന്ന് കവർ ചെയ്യണമെന്ന്. അപ്പൊ അത് കവർ ചെയ്യാൻ വലുപ്പത്തിലുള്ള ഒരു സാധനം വെച്ച് അടിച്ചതായിരുന്നു. ഇതൊരു വിങ് വെച്ചിട്ട് എനിക്ക് പറന്നുയരാൻ. അപ്പൊ ഞാൻ വിചാരിച്ചു പകുതി ഇതിൽ അടിച്ചപ്പോ ബാക്കി പകുതി ഇനി കല്യാണം കഴിഞ്ഞ ആളുടെ അടിക്കാൻ കപ്പിൾ ടാറ്റു ചെയ്താ. കല്യാണം കഴിച്ചത് വിഷ്ണുവിനെ ടാറ്റു. അത് അവിടെ അങ്ങനെ ഒരു ആഗ്രഹം പോയി പ്രകടിപ്പിച്ചായിരുന്നോ? ഇതിന്റെ ബാക്കി നമുക്ക് കുറച്ച് ആളുകൾ വർത്താനം പറയുമ്പോ മനസ്സിലാവുമല്ലോ ഇയാൾ ടാറ്റു അടിക്കുമല്ലേ എന്നുള്ളത്, ഈ വഴിക്ക് വരുമോ ഇല്ലയോ എന്നുള്ളതല്ലേ. അപ്പോഴേ മനസ്സിലായി ഒന്നും നടക്കില്ല. അപ്പൊ ഇതിന്റെ ബാക്കി എപ്പോഴെങ്കിലും ഈ കയ്യിൽ അടിക്കാൻ ഞാൻ ചോദിക്കാൻ വരുന്നത് അപ്പുറത്തെ കയ്യിലേക്ക് ബാക്കി ചിറകിനെ വരുത്തുന്നുണ്ടോ? ബാക്കി എപ്പോഴെങ്കിലും ഞാൻ പറന്നു തോന്നുകയാണെങ്കിൽ ബാക്കി ഇതിലടിക്കാം. ഈ കണ്ടന്റ് ക്രിയേഷൻ പോലെ തന്നെ ആഗ്രഹിച്ചിട്ടുള്ള ഒരു ഫീൽഡായിരുന്നു തോന്നുന്നില്ലേ ഫാഷൻ എന്ന് പറയുന്നത്, എസ്പെഷ്യലി മേക്കപ്പ് എന്ന് പറയുന്നത്? അല്ല, എസ്പെഷ്യലി ഫാഷൻ ഡിസൈനിങ് ആയിരുന്നു പഠിച്ചത്. മേക്കപ്പ് ആയിരുന്നു, പക്ഷെ മേക്കപ്പ് എനിക്ക് ഇഷ്ടപ്പെട്ടു പഠിച്ചപ്പോ. അതിനും നമ്മൾ ആ ഒരു കാലഘട്ടത്തിൽ, നമ്മൾ ആ വളർന്നു വരുന്ന കാലഘട്ടത്തിൽ ഒരു അവസരം കിട്ടാഞ്ഞത് കൊണ്ടാണോ ഇപ്പോ? ഞാൻ അന്ന് ഭയങ്കരമായിട്ട് എനിക്ക് ഫാഷൻ ഡിസൈനിങ്ങിന് പോകണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ഫാഷൻ ഡിസൈനിങ്ങിനൊന്നും എൻ്റെ സമീപ പ്രദേശത്ത് പോലും വരെ ഒന്നും പോയിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ എന്ത് വിശ്വസിച്ച് പറഞ്ഞായിരിക്കും ഫാഷൻ ഡിസൈനിങ്ങിന്? അപ്പൊ അതുകൊണ്ട് അന്ന് ഫാഷൻ ഡിസൈനിങ്ങിന് പോകാനുള്ള ഒരു സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ നമ്മളിത് വെറൈറ്റി ആയിട്ട് ചെയ്യണമെന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഒന്നെങ്കിൽ എഞ്ചിനീയർ അല്ലെങ്കിൽ ഡോക്ടർ ആവുമല്ലോ. ഇപ്പൊ അത് വെറൈറ്റി ഒന്നുമല്ല. ഇപ്പൊ എത്ര പേരെ ഫാഷൻ ഡിസൈനിങ്ങിന് പോകുന്നത്? എങ്ങനെ 5 വർഷം ഈ എഞ്ചിനീയറിംഗ് ഉന്തി തള്ളി തീർത്തു, അല്ലെ 4 വർഷം തീർത്തു? എനിക്ക് ഒരു കാര്യത്തിൽ ചെയ്തു തുടങ്ങിക്കഴിഞ്ഞാൽ എനിക്കതിൽ തോക്കണത് ഇഷ്ടമല്ല. അപ്പൊ അത് എന്തെങ്കിലുമൊക്കെ ഒന്ന് കരക്കടിപ്പിക്കണമല്ലോ. 4 കൊല്ലം ഒരു സാധനത്തിൽ വേസ്റ്റ് ആയ ഒരു സർട്ടിഫിക്കറ്റെങ്കിലും കയ്യിലിരിക്കണ്ട. പിന്നെ ഞാൻ പഠിക്കാൻ നല്ലതായിരുന്നു കേട്ടോ. എനിക്ക് അങ്ങനെ പഠിത്തത്തിൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നില്ല. ഞാൻ 10th-ലും +2-ലും ഒക്കെ അത്യാവശ്യം ടോപ്പർ എന്നുള്ള രീതിയിൽ തന്നെയാണ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. എഞ്ചിനീയറിംഗിൽ എനിക്ക് അത്യാവശ്യം ഒരു സപ്ലൈ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ പഠിക്കാൻ എനിക്ക് ഇഷ്ടം, അതും വെറുതെ പഠിച്ചാലൊന്നും കിട്ടില്ല, കുത്തിയിരുന്ന് പഠിക്കുക തന്നെ ചെയ്യുമായിരുന്നു. ആ കാര്യത്തിലൊക്കെ അച്ഛനും അമ്മ ആഗ്രഹിച്ച ലെവലിൽ തന്നെ വന്നല്ലേ? കംപ്ലീറ്റ് ചെയ്തായിരുന്നു. അമ്മയ്ക്ക് പക്ഷെ ഞാൻ അത് കഴിഞ്ഞിട്ട് M.Tech കൂടെ ചെയ്യണമെന്നുണ്ടായിരുന്നു. ഉപദ്രവിക്കരുത് ഞാൻ അവസാനം. പിന്നെ അതുകൊണ്ടാണ് പിന്നെ എനിക്കും ഒരു സമാധാനം, PG എടുക്കാതെ PG ഡിപ്ലോമ ഞങ്ങൾ കോംപ്രമൈസ് ചെയ്ത് ഞാനും അമ്മയും കൂടെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിൽ ഒരു PG ഡിപ്ലോമ എടുത്തായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു ചെറിയൊരു PG ഡിപ്ലോമയും കൂടെ ഉണ്ട്. പഠിക്കാൻ എനിക്ക് വലിയ തിരക്കേടുണ്ടായിരുന്നു. മനസ്സിലാവില്ലെങ്കിലും സാധനം പഠിച്ചെഴുതാൻ പറ്റും. ഞാൻ സ്വിമ്മിങ് പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ കാലിട്ടടിക്കാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ. അപ്പോൾ വെള്ളത്തിനോടുള്ള പേടി മാറിയിട്ടില്ല. അപ്പോൾ സ്വിമ്മിങ് പഠിക്കണം. ഇതൊക്കെയാണ് നെക്സ്റ്റ് 1 ഇയർക്കുള്ള ഗോള്. അപ്പൊ ഏതായാലും ആഗ്രഹങ്ങളിലേക്കൊക്കെ ഈ രണ്ട് ചിറകായിട്ട് പറന്നുയരട്ടെ. ഓൾ ദി വെരി ബെസ്റ്റ് ഐശ്വര്യ, അഥവാ തനി മലയാളി. അങ്ങനെ തന്നെ നടക്കട്ടെ കാര്യങ്ങൾ. താങ്ക് യു. ആത്മവിശ്വാസത്തോടെ NCLEX പാസ്സാകുവാൻ ഒരേയൊരു വാക്ക്, ആപ്പിൾ ആർ എൻ ക്ലാസ്സസ്.